ഇന്ന് നോമ്പുറക്കാൻ ഒരു സ്പെഷ്യൽ പപ്സാട്ടോ. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ വയ്യ, എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിട്ട് വരുമ്പോഴേ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചിട്ടാട്ടോ വരിക. ഫസ്റ്റത്തെ നോമ്പിനൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. രാവിലെ സ്കൂളിൽ പോണതിൻ്റെ മുന്നേ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം 2-3 ദിവസമായിട്ട് ക്ഷീണമാണോ മടിയാണോ എന്നറിയില്ല, എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് പോകാറില്ല. അത്താഴം കഴിഞ്ഞിട്ടൊന്ന് കിടന്നു പോവും. അപ്പോൾ ഞാൻ വേഗം മുട്ട ബജി ഉണ്ടാക്കാനാട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. അതിന് വേണ്ടി കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റാനും കൂടി വെച്ചേ. അപ്പോൾ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് ഒന്ന് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നല്ലോണം തണുത്ത് കിട്ടുമല്ലോ നോമ്പുറക്കാനാകുമ്പോഴേക്കും. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ട് നല്ലോണം ജ്യൂസും റെഡിയാക്കി. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാൻ നമ്മുടെ സ്പെഷ്യൽ മീറ്റ് മസാല ഇട്ടിട്ടോ. അപ്പോഴാണ് എൻ്റെ പ്ലാനിങ് മാറിയത്. ഈ മസാല ഉണ്ടാക്കിയപ്പം മസാലയ്ക്ക് നല്ല പപ്സിൻ്റെ മണം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പപ്സാക്കി കളയാമെന്ന്. പപ്സിന് നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പം ഞാൻ കുറച്ച് മൈദ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്ത് ഇതുപോലെ സെറ്റാക്കി കേട്ടോ. കുറച്ച് മസാല വെച്ച് അതിൻ്റെ മേലെ കോഴിമുട്ട ഒന്ന് മുറിച്ച് വെച്ചെടുത്ത്. കോഴിമുട്ട മുറിച്ച് വെച്ചെടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ അതിങ്ങനെ വീർത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണയിലിട്ടാലും ഒന്നായിട്ട് ഇങ്ങോട്ട് പൊട്ടിപ്പോരോ എന്നൊക്കെ ഒരു സംശയമുള്ളതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട്, നമ്മൾ അടേൻ്റെ സൈഡൊക്കെ ആക്കണ പോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പം കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റാണ്. എന്തായി തീരും, പൊട്ടിപ്പോവോ അല്ലെങ്കിൽ നല്ലോണം വരുമോ എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷേ നന്നായിട്ട് വന്നു, പൊട്ടിപ്പോവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്ക് ഞാൻ വേഗം ഒന്ന് വത്തക്കയും കൂടി മുറിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പപ്സ്. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. ചൂടോടെ കഴിച്ചതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബാങ്ക് കൊടുക്കാൻ സമയമായി.